നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. LDF സർക്കാരിൻ്റെ 4ാം വാർഷികം UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു. UDF മാള ടൗണിൽ കരിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. തൃശൂർ പാത്രമംഗലത്ത് 15-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മലപ്പുറത്തിന് പിന്നാലെ തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ടാറിംഗ് പൂർത്തിയായ റോഡിൽ 50 മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ കാണുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ടാറിട്ട് വിള്ളൽ മൂടുകയായിരുന്നു ദേശീയപാത അധികൃതർ. രാത്രി എത്തിയാണ് വിള്ളൽ അടച്ചത്. അതിനിടെ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ദേശീയപാത അധികൃതരോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിക്കുന്നത് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. LDF സർക്കാരിൻ്റെ 4ാം വാർഷികം UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു. UDF ആഭിമുഖ്യത്തിൽ മാള ടൗണിൽ കരിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. UDF ചെയർമാൻ VA അബ്ദുൾ കരീം അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇത് 4ാമത് വാർഷികമാണ് പിണറായി വിജയൻ 2ാമത് പിണറായി വിജയൻ സർക്കാർ ആഘോഷിക്കുന്നതെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ദുരിതവും ദുഃഖവും ദുരന്തവും മാത്രം സമ്മാനിച്ച 9 വർഷക്കാലമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിന് കീഴിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. 1ാമത് പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ച് 2ാമത് പിണറായി വിജയൻ സർക്കാർ ഉദ്ഘാടനം നിർവഹിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഈ സംസ്ഥാനത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടതുമുന്നണിക്ക് ഒരാൾക്ക് പോലും അത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. 2ാമത് അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി ഏത് പദ്ധതിയാണ് ഈ സംസ്ഥാനത്തിനകത്ത് പ്രാവർത്തികമാക്കാനും പൂർത്തീകരിക്കാനും ഈ സർക്കാരിന് സാധിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാലും ഒരു ഉത്തരം പോലും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. UDF നേതാക്കന്മാരായ നൌഷാദ് വാളൂർ, PR തോമസ്, പീറ്റർ പാറേക്കാട്ട്, ആൽബിൻ പ്ലാക്കൽ, ES സാബു, AA അഷ്റഫ്, VA മൊഹിയുദ്ദീൻ, PD ജോസ്, PK തിലകൻ, CI നിസാർ, ഷാജു മണവാളൻ, ബൈജു കണ്ടപ്പശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ പാത്രമംഗലത്തെ 15-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്തൂർ സുനോജിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. ആദൂരിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അദ്വൈത്. വൈകുന്നേരം 4 മണിക്ക് കൂട്ടുകാരുമൊത്താണ് പാടത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം. കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു അദ്വൈത് മുങ്ങിത്താഴുന്നത് കണ്ട മറ്റു കുട്ടികളാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് കുട്ടിയെ നാട്ടുകാർ കരയ്ക്ക് കയറ്റിയത്. ഉടൻ ആംബുലൻസിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം ആഘോഷിച്ചു. വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ സെക്രട്ടറി K നജാഹ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സർക്കാർ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. MS രമേശ്, MV ലാലു, P സതീശൻ, PS സൂര്യപ്രകാശ്, MV സന്തോഷ്, CR രാജു, MK ശങ്കരൻ, CK ഷാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദരിച്ചു. മഴക്കാല മുന്നൊരുക്കം വിലയിരുത്താൻ കയ്പമംഗലത്ത് യോഗം വിളിച്ചു ചേർത്തു. ET ടൈസൺ MLA ആണ് യോഗം വിളിച്ചു ചേർത്തത്. കയ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. കാലവർഷം നേരത്തെ എത്തുമെന്നും തീവ്രമഴയ്ക്ക് സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും യോഗം ET ടൈസൺ MLA വിളിച്ചു ചേർത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ, ഓടകൾ, കൈത്തോടുകൾ, കൽവർട്ടുകൾ, കനാലുകൾ, ചാലുകൾ, പുഴകൾ, മറ്റു ജലനിർഗമന മാർഗങ്ങൾ എന്നിവയുടെ ശുചീകരണ പ്രവൃത്തി, മാലിന്യങ്ങൾ ഉറവിടത്തിൽ ശേഖരിക്കുന്നത് എന്നിവയിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കും ഇറിഗേഷൻ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. കൂടാതെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും RRT വളണ്ടിയർമാരെ വിളിച്ചുകൂട്ടുവാനും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുവാനും തീരുമാനമായി.
കൂടാതെ അപകട സാധ്യതയുള്ള മരങ്ങൾ, മരങ്ങളുടെ ശിഖരങ്ങൾ എന്നിവ നീക്കം ചെയ്യും. ദുരിതാശ്വാസ ക്യാമ്പുകൾ, കെട്ടിടങ്ങൾ സജ്ജമാക്കി ഫിറ്റ്നസ് ഉറപ്പുവരുത്തും. പെരുംതോട്, വലിയ തോട്, അറപ്പത്തോട് തുടങ്ങിയ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കും. ദേശീയപാത, മറ്റു റോഡുകളുടെ നിർമ്മാണം, വെള്ളക്കെട്ട് സാധ്യത, യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നത് പരിഹാര പദ്ധതി തയ്യാറാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സംയുക്ത യോഗം വിളിച്ചു ചേർക്കും. മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിപ്സ ഒഫൂർ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കൂരിച്ചാലിൽ, പെരിഞ്ഞനം ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും സാമൂഹ്യ വിമർശകനും സാഹസികനുമായിരുന്ന AKA റഹ്മാനെ കൊടുങ്ങല്ലൂർ പൗരാവലി അനുസ്മരിച്ചു. ലോകത്തിലെ 36 രാഷ്ട്രങ്ങളിൽ സൈക്കിളിൽ ചുറ്റി സഞ്ചരിക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 200ഓളം പുസ്തകങ്ങൾ രചിക്കുകയും അതുവഴി ഭാരതത്തിന് എക്കാലത്തും അഭിമാനവുമാവുകയും ചെയ്ത AKA റഹ്മാൻ ഭാരതത്തിൻ്റെ വലിയ ബഹുമതിക്ക് അർഹനാണെന്ന് അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. AKA റഹ്മാൻ്റെ വീട് നിലകൊള്ളുന്ന റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ കൃതികളും മറ്റ് പുസ്തക ശേഖരങ്ങളും ഏറ്റെടുക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. അനുസ്മരണ സമ്മേളനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യക്തമായി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ചിലപ്പോൾ പക്ഷേ വളരെ കൃത്യമായി ഓർക്കാതെ അറിയാതെ പോയ പ്രതിഭകളോ അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന ഒരു സ്ഥാനത്തുള്ള ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുകയാണ്. ചരിത്രം പലപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ കൂടെ വരാൻ വൈകിയ തന്നെ ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടാണ്. കഴിയുമ്പോൾ വെച്ച് നടത്തുന്ന ആ പരിപാടിയിൽ ഇന്ന് പല തരത്തിലുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ ഈ കുറച്ചു കാലങ്ങളായിട്ട് കൂടുതൽ പേരിലേക്ക് കാര്യം വരുന്നവരാണ്. സങ്കലനം എന്ന് പറയുന്ന മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിത്തുൽപാദിപ്പിക്കുന്ന പുതിയ സങ്കേതം കണ്ടുപിടിച്ചത് അലിക്കുൽ സാഹിബാണ്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ശംസുദ്ദീൻ വാത്തിയടത്ത് ആമുഖ പ്രഭാഷണവും അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി അനുസ്മരണ പ്രഭാഷണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ചാവക്കാടും ദേശീയപാത 66-ൽ വിള്ളൽ കണ്ടെത്തി. സംഭവത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. LDF സർക്കാരിൻ്റെ 4ാം വാർഷികം UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു. UDF മാള ടൗണിൽ കരിദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. തൃശൂർ പാത്രമംഗലത്ത് 15-കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുന്നംകുളം ചെറുവത്തൂർ സുനോജിൻ്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.